പുറത്തുനിന്നൊന്നും വാങ്ങി കഴിക്കാണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചാൽ സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂട്ടി കഴിക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തത് 3 തക്കാളിയാണ്, ചെറിയ സൈസ് തക്കാളിയാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ തക്കാളി എടുക്കാം. അപ്പോൾ ഇത് ഞാൻ വേവിച്ചതാണ്. ഞാൻ മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഹൈ സ്പീഡിൽ വെച്ചിട്ട് വേവിച്ചെടുത്താണ്. നിങ്ങൾക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ തൊലി എടുത്ത് കളയാം. ഞാനിവിടെ കളയുന്നില്ല, എന്തായാലും അരയ്ക്കുമ്പോൾ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈൻ പേസ്റ്റായിട്ട് എന്നിട്ട് ഇത് ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇങ്ങനത്തെ ഒരു അരിപ്പ എടുത്താൽ മതി, നൈസ്, ഭയങ്കര കുഞ്ഞ് അരിപ്പ എടുക്കരുത്, അപ്പോൾ ഇതിൻ്റെ സത്തൊന്നും കിട്ടൂല. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ വേസ്റ്റ് എല്ലാം നമുക്ക് ഈ അരിപ്പയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെക്കാം. ഒരു പാൻ വെച്ചിട്ട് ഈ നമ്മൾ അരിച്ചെടുത്ത സാധനം അതിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഞാനിവിടെ ഇന്ത്യയിലുള്ളത് ബ്രൗൺ ഷുഗറാണ്, അത് യൂസ് ചെയ്യുകയാണ്. നിങ്ങൾ വൈറ്റ് ഷുഗർ ആണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഷുഗർ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി, വൈറ്റ് വിനാഗിരിയാണ് വേണ്ടത്. വിനാഗിരിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഓവനിലാണ് വെച്ചതുകൊണ്ട്. നിങ്ങൾക്ക് കുക്കറിലാണ് വേവിക്കണമെങ്കിൽ ഒരു 1/4 കപ്പിൻ്റെ കുറവ് വെള്ളം ചേർത്ത് കൊടുക്കാം. എത്ര തക്കാളി ആണെങ്കിലും ഒരിത്തിരി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം കൂടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. നമ്മളിതിങ്ങനെ നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കും, അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റിക്കോളും. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മധുരവും എരിവും എല്ലാം വിനാഗിരിൻ്റെ ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഞാനിവിടെ 3 തക്കാളിയാണല്ലോ, ചെറുതാണ് ഞാൻ എടുത്തത്. ഇവിടെ ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഉണ്ടാക്കി വെക്കാറില്ല, എനിക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എമൗണ്ട് എടുക്കാം, അപ്പോൾ ഇതിനനുസരിച്ച് ഈ അളവുകൾ മാറ്റിയാൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമ്മൾ വെറുതെ പുറത്തുനിന്നെല്ലാം വാങ്ങിയിട്ട് അതിൽ കേടാവാതെ നിൽക്കാൻ വേണ്ടി ഒരുപാട് കെമിക്കൽസ് ചേർക്കുന്നതിലും അതൊക്കെ കഴിക്കുന്നതിലും ബെറ്ററാണ് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത്. എളുപ്പമാണ്, കുറച്ച് സമയത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കുറേ ദിവസം യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പം ഇത് പെർഫെക്റ്റ് ആയിട്ട് ആയിക്കണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഉണങ്ങിയ പ്ലേറ്റോ പാത്രമോ എടുത്തിട്ട് അതിലേക്ക് ഇത് ഒരു ഇത്തിരി ആക്കി കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഇതിന്ന് ലിക്വിഡോ അങ്ങനെ എന്തെങ്കിലും വെള്ളമോ താഴോട്ടോ ഒലിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ഇല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണ്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ബൈ.